മനുഷ്യ നിൻ സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയ എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം. സുഭാഷിതം. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ട് പുലരുമ്പോൾ തന്നെ അവർ അത് നടത്തുന്നു. ഓ ടു ദോസ് ഹു ഡിവൈസ് ഇനിക്വിറ്റി and work out evil on their beds. At morning light they practice it, because it is in the power of their hand. മീഖ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ് വായിച്ചത്. 2-ാം അധ്യായത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇസ്രായേലിന്റെ പാപങ്ങളും ശൂന്യതകളുമാണ് 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ. അവരുടെ ദുഷ്പ്രവൃത്തികളെക്കുറിച്ച് 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ. ഇസ്രായേലിന്റെ പുനഃസ്ഥാപന വാഗ്ദാനമാണ് 12ഉം 13ഉം വാക്യങ്ങൾ. നാം വായിച്ച വാക്യം ഒരു പൊതു തത്വമായി മീഖ എഴുതിയിരിക്കുന്നു. കിടക്കുമ്പോഴും നമ്മുടെ ഹൃദയം പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ചിന്തകൾ നിരൂപണങ്ങളായി മാറുന്നു, നിരൂപണങ്ങൾ പ്രവർത്തികളായി മാറുന്നു. മനുഷ്യന്റെ ചിന്തകളും നിരൂപണങ്ങളും അവനെ നിയന്ത്രിക്കുന്നു. സദൃശവാക്യങ്ങൾ 23:7 പറയുന്നത് അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു എന്ന്. കിടക്കമേൽ നീതികേട് നിരൂപിച്ച് തിന്മ പ്രവർത്തിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് മീഖ ജനത്തോട് വിളിച്ചു പറഞ്ഞു. പൗലോസ് പറഞ്ഞിരിക്കുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. നീതികേട് നിരൂപിക്കുകയും തിന്മ പ്രവർത്തിക്കുന്നവരെയും കുറിച്ച് റോമർ 1:21 പറഞ്ഞിരിക്കുന്നത് അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കിടക്കമേൽ നമ്മുടെ ഹൃദയവും ചിന്തനങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് ദാവീദ് 63-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രി അമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായി സന്തോഷമുള്ള ആദരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു. കിടക്കയിൽ ദൈവത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവന് ഒരിക്കലും തിന്മ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവർ സന്തുഷ്ടരാണ്. അവർ നിത്യം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, ദോഷം നിരൂപിക്കുന്നവർ ഉഴന്നു പോകുന്നില്ലയോ? നന്മ നിരൂപിക്കുന്നവർക്കോ ദയയും വിശ്വസ്തതയും ലഭിക്കുന്നു. നമ്മുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് എങ്ങനെ സാധിക്കുമെന്ന് റോമർ 12:2 പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. രൂപാന്തരപ്പെട്ട മനസ്സാണ് ദൈവത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ എന്താണ് ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് ഫിലിപ്പിയർ 4:8 എഴുതിയിരിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. നമ്മുടെ കിടക്കമേൽ ഇങ്ങനെയുള്ള നല്ല ചിന്തകളാൽ നിറയ്ക്കേണ്ടതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ ചിന്തനങ്ങളും നിരൂപണങ്ങളും പലപ്പോഴും അങ്ങയ്ക്ക് വിരോധമായിരിക്കുന്നു. ഞങ്ങളുടെ കിടക്കയിൽ എപ്പോഴും അങ്ങയെ ഓർക്കുവാനും അവിടുത്തെ വചനങ്ങളെ ധ്യാനിക്കുവാനുമുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. സർവ്വലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം.